ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, IHS മിനിസ്ട്രി ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളൊരു ശുശ്രൂഷ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആരംഭിക്കുമ്പോൾ അവിടുന്ന് തന്നെ എൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഈ ശുശ്രൂഷയുടെ പല എപ്പിസോഡുകൾ തുടർന്ന് കൊണ്ടുപോകുമ്പോഴെല്ലാം അവസാനം വരെ അങ്ങനെ ഞങ്ങളോടൊപ്പമായിരിക്കണം. ഈ ശുശ്രൂഷ വഴി അനേക ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനും അതുവഴി ആത്മരക്ഷ പ്രാപിക്കുവാനും അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് പരിശുദ്ധമേ മാതാവേ, സകല വിശുദ്ധരെ മാലാഖമാരും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് IHS മിനിസ്ട്രി ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുന്നു. എൻ്റെ പേര് മാത്യു ഫ്രാൻസിസ്. ഞാൻ IHS മിനിസ്ട്രിയുടെ കോർഡിനേറ്ററാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് IHS മിനിസ്ട്രിയുടെ സ്ഥാപകനും ഡയറക്ടറുമായ ബിഷപ്പ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ബ്രദറാണ്. നമുക്കറിയാം, അതായത് കഴിഞ്ഞ 30 വർഷത്തോളമായി കേരള സഭയിൽ അതുല്യമായ ശുശ്രൂഷകൾ നടത്തി വരുന്നു. അത് പുസ്തക ശുശ്രൂഷയാകട്ടെ, ഓൺലൈൻ ധ്യാനങ്ങളാകട്ടെ, ഓഫ്ലൈൻ ധ്യാനങ്ങളാകട്ടെ, പലവിധ രീതിയിൽ ഇതുപോലെയുള്ള വീഡിയോകളാകട്ടെ, പലവിധ രീതിയിൽ ഒത്തിരി നല്ല ശുശ്രൂഷകൾ ചെയ്തു വരികയാണ്. അൽമായരും വൈദികരും സന്യസ്തരും അടക്കം ധ്യാനഗുരുക്കന്മാരും ഒക്കെ ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ കൂടി തങ്ങളുടെ ജീവിതങ്ങൾക്ക്, തങ്ങളുടെ ശുശ്രൂഷകൾക്ക് വലിയ ദിശാബോധം ലഭിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാൻ, നവീകരിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അവർ വഴിയും അനേകരിലേക്ക് ബ്രദറിലൂടെ നൽകപ്പെട്ട ബോധ്യങ്ങളും ആ സ്നേഹാനുഭവങ്ങളൊക്കെ വ്യാപരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങളും ജീവിതക്രമങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അത് വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക വഴി നിത്യജീവിത ലക്ഷ്യം പ്രാപിക്കുവാൻ, അതിനുവേണ്ടി ഈ ഭൂമിയിൽ ദൈവരാജ്യവാസിക്ക് വേണ്ടി ജീവിക്കുന്നതൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ബ്രദറിൻ്റെ വാക്കുകൾ, ബ്രദറിൻ്റെ ജീവിതങ്ങൾ മനസ്സിലാക്കുക ഒത്തിരി അനുഗ്രഹപ്രദമായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ബ്രദറിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ശുശ്രൂഷ നമ്മൾ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നതിൻ്റെ കാരണം ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ, ബ്രദറിലൂടെ നൽകപ്പെട്ട, അല്ലെങ്കിൽ സഭയ്ക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അത് അനേകർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആദ്യ എപ്പിസോഡിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ബ്രദറിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയാൻ, അല്ലെങ്കിൽ ആദ്യകാല അനുഭവങ്ങൾ, ഈശോയിലേക്ക് വരുമ്പോഴുള്ള ആദ്യകാല അനുഭവങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം ഒരു ശുശ്രൂഷ ക്രമീകരിക്കുന്നതിൻ്റെ പകുതി തീർച്ചയായിട്ടും ദൈവത്തിന് വലിയ മഹത്വം ലഭിക്കണം. അതുപോലെ പലവിധ രീതിയിൽ ദൈവത്തിൽ നടന്ന് ദൈവത്തെ ദ്രോഹിച്ച്, അല്ലെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ജീവിക്കുന്ന അനേകർക്ക് ഇതുവഴി ഫലമുണ്ടാകും. അതാണ് നമ്മളുടെ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഈശോയെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നത് വളരെ സങ്കീർണമൊരു കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും ഞാൻ വിശുദ്ധിയുടെ തിരുവിലേക്ക് എത്താത്ത വ്യക്തിയായിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി നമ്മളെ മഹത്വപ്പെടുന്ന രീതിയിലോ നമ്മളെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ, വികാര വിചാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം ദൈവസ്നേഹത്തിന് വിരുദ്ധമാണ്. അങ്ങനെ ഇരിക്കെ ഈശോയ്ക്ക് പൂർണ്ണ മഹത്വം നൽകിക്കൊണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നത് തീർച്ചയായിട്ടും വലിയ ദൈവകൃപ ആവശ്യമുള്ള കാര്യമാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. തെറ്റുകൂടാതെ, കുറവ് കൂടാതെ പറയുന്ന അനുഭവങ്ങളും ബോധ്യങ്ങളും ഒക്കെ ദൈവ മഹത്വത്തിന് കാരണമായി തീരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബ പശ്ചാത്തലമായിട്ട് അല്ലേ അത് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം അതുമായി ബന്ധപ്പെട്ടാണ് ഒരു കഥ. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ജില്ല പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയാണ്.
ഇടുക്കി ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ പാലൂർക്കാവ് എന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. മാതാപിതാക്കൾക്ക് 10 മക്കളിൽ 9ാമത്തെ ആളായിട്ടാണ് എൻ്റെ ജനനം. ഞങ്ങൾ 7 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമായിട്ടാണ് അങ്ങനെയാണ് ജനിക്കുന്നത്. എൻ്റെ പിതാവ്, ഞാൻ ചാച്ചനെ വിളിച്ചിട്ടുണ്ട്, ചാച്ചൻ 33 വർഷക്കാലം എൻ്റെ ഇടവക ദേവാലയത്തിലെ കണക്കെന്നൊക്കെ പറയും, കണക്കൻ എന്ന ശുശ്രൂഷ ചെയ്ത വ്യക്തിയായിരുന്നു. എനിക്കൊരു ഇപ്പോഴും വിസ്മയമായി തോന്നുന്ന കാര്യം, അദ്ദേഹം ആ ശുശ്രൂഷ അവിടെ അവസാനിപ്പിക്കുന്ന സമയത്താണ് ഞാൻ വഴിയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പം ഞാൻ പലപ്പോഴും കർത്താവിൽ അഭിമാനത്തോടെ പറയാറുണ്ട്, 50 വർഷത്തിൽ 60 വർഷത്തോളമായിട്ട് കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി കുടുംബത്തിൽ ഇടമറിയാതെ ശുശ്രൂഷ തുടരുകയാണ്. എൻ്റെ മക്കളെ ഇതിന് ശേഷം ഇടമറിയാതെ ഇങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെ ഒരു കണക്കൻ ജോലി ചെയ്യുന്ന ആളായിരുന്നു. നമ്മൾ വീട്ടമ്മ തന്നെയായിരുന്നു. സാമ്പത്തികമായിട്ട് നമുക്കുള്ള കുറച്ച് സ്ഥലങ്ങളുമായിട്ടൊക്കെ നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. എൻ്റെ ഓർമ്മ ഉള്ള സമയത്ത് എൻ്റെ അമ്മ ഒരു മാനസിക രോഗിയായിരുന്നു. അപ്പോൾ ആ രോഗവുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകൾ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലൊന്നും അത്ര മെഡിസിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കുറവായിരിക്കും. ഒന്നും കൂടുതൽ ആയുർവേദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലതും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അസ്വസ്ഥതയാണ്. എന്ന് മാത്രമല്ല, എൻ്റെ ചാച്ചൻ്റെ ഒരു സഹോദരി വിവാഹം കഴിച്ചിട്ടില്ല. ആ ചാച്ചൻ്റെ സഹോദരി ഒരു വീടുണ്ട്, ഞങ്ങൾക്കും വേറെ വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ മക്കള് ഭൂരിഭാഗം പേരും ഈ ചാച്ചൻ്റെ പെണ്ണുകൂടി താമസിച്ചിരുന്നു. അമ്മച്ചി പിന്നെ ചാച്ചന് അതൊക്കെ വേറെ വീട്ടിലായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നു. എനിക്ക് പ്രായം ഒരു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു, 5-8 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു മൂത്ത സഹോദരി കൂടി മാനസികമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായി രോഗത്തിലായി. ഏതാനും വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ജ്യേഷ്ഠനും കൂടി മാനസിക രോഗത്തിലായി. അതിന് തുടക്കത്തിൽ പറഞ്ഞു, അമ്മ തന്നെ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീട്ടിൽ 3 പേര് ഇതുപോലെ രോഗത്തിലായിരിക്കുന്നു, അങ്ങനെ കാര്യമായ സൗഖ്യം നിൽക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ നമുക്കൊരു ഒരു പച്ച ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പാങ്കാലം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇപ്പോഴും ചീത്തയും ബഹളവും ഒക്കെ ഉള്ള ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ്. അതേക്കുറിച്ച് ഇപ്പോൾ എനിക്ക് കാര്യമായ കണക്ഷൻ കിട്ടുന്നില്ല. ദൈവം കൃപ ചെയ്യുന്നു, ഒത്തിരി എന്നെ ക്യാൻസലായി കളഞ്ഞു. അപ്പോൾ ഈശോയ്ക്ക് മഹത്വം കിട്ടാൻ വേണ്ടി എവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ന് പലരും ശുശ്രൂഷ ക്ലാസ് കേൾക്കുമ്പോൾ പുസ്തകം വായിക്കുമ്പോഴൊക്കെ എവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് കർത്താവ് എന്നെ കരകയറ്റിയത് എന്നറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കാരണമാകട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ റോഡ് പോകുന്നതാണ്. റോഡ് പോയി ചിന്തിക്കാൻ എനിക്ക് വിഷമത്തിനേക്കാൾ ഉപരി അങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നുന്നില്ല. വേറെ ലോകത്തിലെ കർത്താവ് കൊണ്ടുവന്നൊരു അനുഭവമായിരിക്കുന്നു. അങ്ങനെ എപ്പോഴും ഒരു ഭയം ജനിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ജ്യേഷ്ഠനൊക്കെ അസുഖം വന്നതുകൊണ്ട് ഒത്തിരി ആക്രമിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അമ്മച്ചിയെ ഉപദ്രവിക്കുന്നു, അച്ചാനെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. കല്ലെടുത്തെറിഞ്ഞ് വീടിൻ്റെ ജനലൊക്കെ പൊട്ടിക്കുന്നു. രാത്രികാലങ്ങളൊക്കെ പേടിച്ച് വിറച്ച, കാരണം ഈ ജ്യേഷ്ഠനും ബഹളം ഉണ്ടാക്കുമ്പോഴൊക്കെ പേടിച്ച് വിറച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും അതിൻ്റെതായൊരു അപകർഷതയും ഇതെല്ലാം നമുക്കുണ്ട്. ആ സമയത്ത് എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ല, പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധയും താല്പര്യമൊന്നുമില്ല. വീട്ടിൽ അച്ചായൻ്റെ പെങ്ങള്, അതായത് ഞങ്ങൾ കുഞ്ഞമ്മ നൽകുന്ന കുഞ്ഞമ്മ എല്ലാ ദിവസവും വൈകിട്ട് കിട്ടിയ സമയത്തൊക്കെ പ്രാർത്ഥിക്കും. നമ്മളൊരു ചടങ്ങിന് പോലെ ഒന്നിരിക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ആത്മീയകരങ്ങൾ ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. സൺഡേ സ്കൂളിൽ പോയി ലഭിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ പഠിക്കാനായിട്ട് കർത്താവ് എനിക്ക് ഒരു പ്രത്യേക ഒരു കഴിവ് വന്നിരുന്നു. ഞാൻ പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും 1ാം സ്ഥാനം എനിക്ക് തന്നെയായിരുന്നുള്ളത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്. എന്താ പഠിക്കാനുള്ള കഴിവാണ് ആ സമയത്ത് എൻ്റെ ഒരു ആശ്വാസമായിട്ട് എനിക്ക് നിന്നത്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ക്ലാസ്സിലൊക്കെ നമുക്ക് ചെറിയ ക്ലാസ് കിട്ടുമല്ലോ. പിന്നെ പല അധ്യാപകർക്കും എനിക്ക് പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് വീട്ടിലെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടും അവരൊരു സഹതാപത്തിൻ്റെ, അതൊക്കെ എനിക്ക് സ്നേഹമാണെന്ന് ഫീൽ ചെയ്ത് തീർച്ചയായിട്ടും അവർ സ്നേഹമായിരുന്നു. അങ്ങനെ പ്രത്യേക പരിഗണനയൊക്കെ എനിക്ക് തന്നിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇടയ്ക്ക് ഈ അസുഖമുള്ള ജ്യേഷ്ഠന് ഇടയ്ക്ക് ഈ സ്കൂളിൻ്റെ ചുറ്റൊക്കെ വരും. അപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും വളരെ രോഗാവസ്ഥയിലാണ് വരുന്നത്, ഒരു പ്രത്യേക ആക്ഷൻസ് ഒക്കെ കാണിച്ചൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബോധം കെട്ടി വീഴുന്ന പോലെ ഫീൽ ചെയ്യരുത്. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള അച്ചായന് വീട്ടിലെ ആവശ്യങ്ങൾക്ക് സാമ്പത്തികമായ ആവശ്യം കണ്ടെത്താൻ വേണ്ടി വേറെ സ്ഥലത്ത് പോയി ജോലിക്ക് പോകാനും എന്തെങ്കിലും ഒരു റേഷൻ കടയിൽ ജോലി കയറി. അപ്പോൾ അതുകൊണ്ട് അച്ചായൻ വീട്ടിലില്ല. അപ്പോൾ വീട്ടിലെ അന്തരീക്ഷം ഇങ്ങനെ അങ്ങനെ വന്ന് 10ാം ക്ലാസ്സിലേക്ക് വരുന്നു. 10ാം ക്ലാസ്സിന് അവസാന സമയമാകുമ്പോഴേക്കാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു കളിയെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അവസാനം മോഡൽ പരീക്ഷ സമയമാണ്. മോഡൽ പരീക്ഷ സമയത്ത് പഠിക്കേണ്ടതിന് പകരം ഇപ്പോഴത്തെ വലിയ പുസ്തകമാണ്. ആ പുസ്തകം ബാറ്റാക്കി കൊണ്ട് ബോൾ കിട്ടിയത് കളി. അത് പറയാൻ കാരണം എൻ്റെ ഈ വീട്ടിലെ സാഹചര്യവും പിന്നെ നമ്മൾക്കുള്ളിൽ ലഭിച്ചിരിക്കുന്ന നമ്മുടെ ഒരു അവസ്ഥയെല്ലാം വന്ന് പടിപടിയായിട്ട് നമ്മൾ ഈശോയിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതിൻ്റെ ആ സാഹചര്യം പറയുകയാണ്. അങ്ങനെ കൂടി പോയി പഠിക്കാൻ ശേഷിയുണ്ടായിരുന്ന ഞാൻ ക്രമേണ പഠനത്തിൽ മുന്നോട്ട് പോകുന്നു. അവസാനം SSLC പരീക്ഷ വരുമ്പോൾ എനിക്ക് റാങ്ക് കിട്ടുമെന്നായിരുന്നു സ്കൂൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം എനിക്ക് ഈശോ തന്നെ ആ ഒരു പഠനശേഷി അനുസരിച്ച് ആദ്യമായിട്ട് സ്കൂളിൽ റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എക്സാമിൻ്റെ ഫലം വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. അതും സ്കൂളിൽ എനിക്ക് ഫസ്റ്റ് തന്നെയാണ്, പക്ഷേ എങ്കിൽ തന്നെയും മാർക്ക് വളരെ കുറഞ്ഞു പോയി. പിന്നെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞുകൂടി ഈ കളി വീണ്ടും തുടർന്ന് പിന്നെ കൂട്ടുകെട്ടായി. അങ്ങനെ ഒരു കൂട്ടുകെട്ട് വഴി ശരാശരി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ പോയി പൂർണ്ണമായിട്ട് നമ്മുടെ സ്വഭാവം ദൈവത്തിൽ നടന്നു പോകുന്നു. അതിൻ്റെ ഒരു തെളിവായിട്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നൊരു കാര്യം, തൊട്ട അയൽവക്കത്തുള്ള ഒരു വീട്ടിലെ കുട്ടി, ഞങ്ങൾ കുറച്ച് പ്രായക്കുറവാണ്, ഞങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ വരുമായിരുന്നു. ഒരു ദിവസം ഞാൻ എവിടേക്കോ പോകുന്ന വഴിക്ക് അവൻ എൻ്റെ പുറകെ കുട്ടി എൻ്റെ പുറകെ ഇറങ്ങണം. അപ്പോൾ ഉടനെ ഇതിൻ്റെ സഹോദരി അമ്മയോട് വിളിച്ച് പറയുകയാണ്, അമ്മേ ഞാൻ ബിജുവിൻ്റെ കൂടെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എല്ലാം നശിക്കാൻ പോകുന്ന രീതിയിൽ. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ വീട്ടുകാരും ഞാൻ കുറച്ച് അങ്ങനെ സംഗ്രഹിച്ച് പറയുകയാണ്. എൻ്റെ സ്വഭാവ സവിശേഷത കൊണ്ട് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നിപ്പോകുന്നൊരവസ്ഥ. ഞാൻ കൂട്ടുകൂടുമ്പോൾ നല്ല ഹാർദവമായിട്ട് കൂട്ടുകൂടും. അതുകൊണ്ട് ഈ എല്ലാവരും എൻ്റെ കൂടെ കൂടും. കൂടുമ്പോൾ തന്നെ പഠിക്കുന്നില്ല, മോശപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്നില്ലെങ്കിൽ ചുമ്മാ കറങ്ങി നടക്കുക, സിനിമ കാണാൻ വേണ്ടി പോകുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. അങ്ങനെ വീട്ടുകാർക്ക് ഉപകാരമില്ല. പിന്നെ പൈസ കണ്ടെത്താൻ വേണ്ടി വീട്ടിലൊക്കെ എന്തെങ്കിലും സാധനം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാർ കാണാറുണ്ടെങ്കിൽ കൊടുക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അപകർഷതാരം മുഖത്ത് നോക്കത്തില്ല. അവർക്കാണ് ഒരു ഞായറാഴ്ച കുറ്റമാണ്. ഞാൻ ഇടവപ്പെട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ നടന്നു ചെല്ലുമ്പോൾ അന്ന് മുണ്ടൊക്കെ എടുക്കുന്നു. നാളെ ഞാൻ എപ്പോഴും ചെയ്യുന്നു മുണ്ട് കൊടുത്തിട്ട് അതിൻ്റെ അറ്റം പിടിച്ചിങ്ങനെ കടിച്ചടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പം എന്നെ കണ്ടുകൊണ്ട് സത്യം വിചാരിച്ച് പറഞ്ഞു, അച്ഛൻ നോക്കി അങ്ങനെ മുഖത്ത് നോക്കുമ്പോഴേ കളലക്ഷണമുണ്ട്, നടപ്പ് കണ്ടോ എന്നൊക്കെ. ഇതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കത്തക്ക രീതിയിലുള്ള ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ ധ്യാനം, കത്തോലിക്ക സഭയിൽ നിന്ന് മാറിപ്പോയ ജോസ് ആനത്താൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ അദ്ദേഹത്തിൻ്റെ ധ്യാനമായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ ഫേമസ് ധ്യാനമായിരുന്നു. അപ്പോൾ അന്ന് ഇടവകയിലുണ്ടായിട്ട് വികാരിച്ചത് അദ്ദേഹത്തെ എന്നോട് ചെറുപ്പക്കാരനാണ്, ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തിയാണ്, ഫാദർ എബി പുതുമൻ. അദ്ദേഹം തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു, കരുണയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ധ്യാനമുണ്ട് ബിജു പൂർണ്ണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനൊരു താല്പര്യം ഇല്ലെങ്കിൽ തന്നെ കൂടാനൊരു പ്രേരണ ഉണ്ടായി. അതുകൂടാതെ ഇടവകയിൽ നിന്നുണ്ടായിരുന്നു എൻ്റെ ആത്മീയത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഒരു സിസ്റ്റർ ഫിലോ ജോസ് ജെയിംസ്. ഞാൻ വളരെ ബഹുമാനത്തോടെ ഓർക്കുന്ന, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, രണ്ടുപേർക്കും എല്ലാ ദിവസവും അനേക വർഷങ്ങളായിട്ട് ഇന്നും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ആ സിസ്റ്റർ എന്നെ നിർബന്ധിച്ചു, സ്നേഹപൂർവ്വം ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ധ്യാനം കൂടുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഈശോ അല്ലെങ്കിൽ വ്യക്തിവിശ്വാസമൊക്കെ ജീവനുള്ള രീതി ഞാൻ ആദ്യമായിട്ട് സ്പർശിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ട്, വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങൾ. എൻ്റെ അത്ര ഉഴപ്പൊന്നുമില്ല, ജെല്ലില്ല, പക്ഷേ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും ഒരുമിച്ചാണ് പറഞ്ഞത്. ഞങ്ങളെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞു ഒരു ആത്മാവും 2 സെറ്റാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ ഞങ്ങൾ സ്നേഹിതനാണ്. അപ്പോൾ അദ്ദേഹം ധ്യാനം കൂടുന്നുണ്ട് എന്നുകൊണ്ടാണ് എനിക്ക് ഇവിടെ കുറച്ച് താല്പര്യം ഉണ്ടായത്.
ധ്യാനം പഠിപ്പിക്കുന്ന അദ്ദേഹം നല്ലൊരു നിഷ്കളങ്ക മനുഷ്യനാണ്. അദ്ദേഹം നല്ല അഭിഷേകത്തിലേക്ക് വന്നു. എനിക്ക് വലിയ ഒന്നും തോന്നിയില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കൂട്ടായിരിക്കുന്നതുകൊണ്ട് ഞാനും കൂടെ അതിനുശേഷമാണ് എനിക്ക് പഠിക്കാനായിട്ട് ഏറ്റുമാൻ ITI പത്താമത് ശേഷം ഇതിടയ്ക്ക് ഞാൻ കോളേജിൽ പോകുന്നുണ്ട്. കോളേജിൽ പോയിട്ട് അവിടെ വഴക്ക് കാരണം എന്നെ കോളേജിൽ പറഞ്ഞു വിട്ടു. അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ അച്ചാനക്ക് എനിക്ക് വിഷമമായി. ഞാൻ അങ്ങനെ എൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ്. 1 വർഷക്കാലം പഠിച്ചില്ല. അതിന് കോളേജിൽ പുറത്താക്കി ക്ലാസ്സിൽ എഴുതുന്നുണ്ട്. അതൊക്കെ പഠനം മുടങ്ങിയ സമയത്താണ് ഞാൻ കൂടുന്നത്. വീണ്ടും ഞാൻ നന്നായി വിചാരിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് ITI കോഴ്സാണ്. അത് ഏറ്റുമാനിലാണ് അവിടെ ചേർക്കുന്നത്. ഇതിനൊരു 3-4 മാസക്കാലം ഈ ധ്യാനത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നീട് ഒക്കെ കൂട്ടുകാർ വരുന്നു. അവരൊരു വലിയ ഗായക തന്നെ ഉണ്ടായിരുന്നു. ക്രമേണ ആ കൂട്ടിലേക്ക് പോയി മദ്യപാനം പോലുള്ള കാര്യങ്ങളിലേക്ക് പോലും പരിചയപ്പെടുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ ഉഴപ്പിപ്പോയി 2 വർഷക്കാലത്തെ കോഴ്സാണ്. പക്ഷേ അവിടെ വെച്ചൊരു പ്രത്യേക അനുഭവം എനിക്കുണ്ടായത് അത് പിന്നീടാണ്. ഇപ്പോൾ ഈശോയോട് ചേർന്ന് ഇരിക്കുമ്പോഴാണ് വലിയ ദൈവാനുഭവമാണ് ഫീൽ ചെയ്യുന്നത്. ജർമ്മിയ പ്രവാചക പുസ്തകമല്ലേ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, അങ്ങനെ വചനത്തിലേ. അപ്പം അതെനിക്ക് ശരിക്കും മനസ്സിലാകുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു അന്തരിച്ച് ലൗകികനായിട്ട് ജീവിക്കുകയാണ്, ഈശോയായ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ 2 വർഷം കഴിഞ്ഞ് അവസാന എക്സാമിന് സമയമാകാറായി. ITI നിയമനുസരിച്ച് 80% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ എക്സാം എഴുതുള്ളൂ. ഞങ്ങളെ കൂട്ടുകാർ മിക്കവരും ക്ലാസ് കിട്ടിയെന്ന് പുറത്ത് ഇറങ്ങുന്നവരാണ്. അവസാനം അറ്റൻഡൻസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഞങ്ങൾ 6 പേരുടെ കാര്യം എൻ്റെ ഓർമ്മയാണ്. അതിൽ 2 പേര് വെച്ച് ബാക്കി 4 പേർക്ക് 80% മുകളിൽ അറ്റൻഡൻസ് ഉണ്ട്. എനിക്ക് 70% ഉള്ളൂ. എൻ്റെ മറ്റു കൂട്ടം 72 ഉള്ളൂ. അപ്പോൾ 80 വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എക്സാം എഴുതിയില്ലാത്ത അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് 2 വർഷക്കാലം പഠിച്ച് അതുപോലെ പൈസ ഒക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നാട്ടിലൊക്കെ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എക്സാം എഴുതിയില്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് കുറച്ചുകൂടി മദ്യപാനം കുറച്ചുകൂടി കാരണം നിരാശ കയറിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ഞങ്ങൾ 2 പേരും കൂടെ കൂടുതൽ മദ്യപിക്കുന്നു. അവസാനം പ്ലാൻ ചെയ്യുന്നു, നമുക്ക് ഈ ITI അടുത്തുകൂടി ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ അതിന് ഒരു ദിവസം മദ്യപിച്ചിട്ട് റെയിൽവേ ട്രാക്കിൽ തലവെച്ച് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് ഇനി പോകുന്നതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുക തൊട്ടടുത്ത ദിവസം ഒരു ഡിക്ലറേഷൻ വരുവാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന്. കഴിഞ്ഞ വർഷം ITIയിൽ പല ITIയിലും ഒത്തിരിയേറെ സ്ട്രൈക്ക് ഉണ്ടായതുകൊണ്ട് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. 10% ഹാജർ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എനിക്കത് ചിന്തിക്കുമ്പോഴേ 5 ആയില്ല, 6 ആയില്ല, 7 ആയില്ല, 8 ആയില്ല, ഇത്തരം 10 മാത്രമേ എനിക്കാകത്തുള്ളൂ. മറ്റേ ആൾ കെട്ടിട്ടിയാൽ അദ്ദേഹമാകുമല്ലോ. അത് പിന്നീട് എനിക്ക് മനസ്സിലായ ദൈവം, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം തന്നെ കാണുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു നമ്മളെ ആ കൃപയെ നമ്മളെ വിശദീകരിക്കാൻ വേണ്ടി ദൈവം മുൻകൂറായിട്ട് നൽകുന്ന കൃപയെക്കുറിച്ചുള്ള ചിന്ത എനിക്ക് കാര്യമായിട്ട് പിന്നെ ഒത്തിരി സ്നേഹത്തോടെ എനിക്ക് അനുഭവമുണ്ടായി. എക്സാം എഴുതി രസകരമായ കാര്യം നന്നായിട്ട് പഠിച്ച് വരുന്നു തോറ്റുപോയി. ഞാൻ എക്സാമിൽ വിജയിച്ചു. അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഈ ജോസ് പഠിക്കാതെ കറങ്ങി നടന്നിട്ട് അവൻ ജയിക്കുകയും ചെയ്തു, നമ്മൾ പഠിച്ച് നമ്മൾ നോക്കുകയും ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഈശോയ്ക്ക് എനിക്കും അറിയാം, എനിക്ക് പഠിക്കാൻ നല്ലൊരു കഴിവുണ്ടാകാൻ അവൻ ഉഴപ്പി കളഞ്ഞതാണ്. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഈ ഉഴപ്പൊക്കെ നടക്കുന്നു, പക്ഷേ വിജയിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് എൻ്റെ മൂത്ത സഹോദരി ഒരു ഗോപാലാണ്. ആ സഹോദരി പറഞ്ഞു, നീ വേണേ ഇങ്ങോട്ട് പോരെ, അതായത് ഭർത്താവ് അവിടെ മിലിറ്ററിയിലാണ്, നീ വേണേ മിലിറ്ററി ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ മിലിറ്ററി ചേരാനൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ മിലിറ്ററി ചേരാൻ വേണ്ടി പോയി. അവിടെ പോയി ചെന്ന സമയം ഇപ്പം മിലിറ്ററി കാണുള്ളൂ. കർത്താവിൻ്റെ മനസ്സിലെ ആരും പടയാളിനെ കൊടുത്തില്ല, പടയാളിയായിട്ടാണ്. അവിടെ ചെന്ന് ഈ മിലിറ്ററി ചേരാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അടുത്ത മാസം എനിക്ക് വേണ്ടി കയറാം കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ പിന്നെ സഹോദരിയുടെ ഭർത്താവിൻ്റെ അനുജൻ്റെ വിവാഹമായി. അപ്പോൾ നാട്ടിലേക്ക് നമുക്ക് എല്ലാം ഒരുമിച്ച്, ഇപ്പം ഞാൻ അവിടെ ഉണ്ട്, ഭോപ്പാലുണ്ട്, നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നു. എന്നെ അവിടെ നിർത്തിയിട്ട് പോകാൻ പേടിയായിട്ടാണ്. ഈ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ എന്താണെന്ന് പേടിച്ച് എന്നെയും കൂടി നാട്ടിലേക്ക് വന്നു. നാട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. തിരിച്ചു പോകേണ്ടതിൻ്റെ
തലേദിവസമായപ്പോഴേക്കും എറണാകുളത്താണ് സഹോദരി കിട്ടിച്ചേക്കുന്നത്. അപ്പം ഞാൻ പാലക്കാവിലാണ്, അവരെല്ലാം എറണാകുളത്തുണ്ട്. ഞാൻ അവിടേക്ക് ചെന്നാൽ മതി, തലേദിവസം ചെല്ലണം, പിറ്റേ ദിവസം അവിടെ പുറപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ബസ്സിൽ കയറി ഉടനെ ശക്തമായ വയറുവേദന. വയറുവേദന കൂടി 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 വന്ന് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എറണാകുളത്ത് 2 സഹോദരന്മാരെ കെട്ടിച്ചിട്ടുണ്ട്. അതിൽ മറ്റേ സഹോദരി വീട്ടിലേക്ക് ചെന്നു. അവരുടെ വീട്ടിലെ സഹോദര ഭർത്താവ് ഞാൻ കൂട്ടാണ്, നമ്മൾ കമ്പനിയൊക്കെ കൂടി. പക്ഷേ ഈ വയറുവേദന കുറയുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അപ്പൻഡിസൈറ്റിസ് ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മരണകാരണമാകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ട്രെയിനിൽ കയറുന്നതാണ്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അവർ തിരിച്ചു പോയി. പിന്നെ ഓപ്പറേഷൻ നടക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതുകൂടി അപ്പോൾ അന്ന് ഇതിൻ്റെ ശരീരം ഫിറ്റായിരുന്നു. ഈ സമയത്ത് വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു, കാരണം 10-15 സ്റ്റിച്ചൊക്കെ ഉള്ളൊരു ഓപ്പറേഷനായിരുന്നു. സാധാരണ ഗതിയിൽ അപ്പൻഡിസൈറ്റിസ് ചെറിയ ഇതേ ഉള്ളൂ. ഇത് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. എന്തായാലും അതൊരു വലിയൊരു ഷോക്കായിരുന്നു. കാരണം ഒരു മിലിറ്ററിയിലേക്ക് ചേർന്ന് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകാതെ വിചാരിച്ച സമയത്ത് ഇനി അങ്ങനെ പോകാൻ സാധിക്കാത്ത രീതിയിൽ ഫിറ്റ്നസ് എല്ലാം പോയി ആപ്പാടെ ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് അങ്ങനെ നടക്കുമ്പോഴേ ചില സ്നേഹിതന്മാർ വന്ന് പറഞ്ഞു. സ്നേഹിതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരാണ്, മറ്റേ കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞു, എത്ര പെട്ടെന്ന് കരിസ്മാറ്റിക് ധ്യാനം വിടാൻ വേണ്ടി പോവുക, ധ്യാനം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യേശു തന്നെ രക്ഷിക്കും എന്നൊക്കെ അവരിങ്ങനെ അവരുടെ അനുഭവം വെച്ച് പറയാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒന്ന് പറയാൻ നോക്കിയിരിക്കും. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു മാനസികാവസ്ഥ രക്ഷപ്പെടുന്ന ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഡിവൈൻ ധ്യാന സെന്ററിൽ ഞാൻ 1994 ഒരു ധ്യാനത്തിന് പോകുന്നു. ആ ധ്യാന സമയത്ത് പ്രത്യേകിച്ച് അനുഭവം എനിക്ക് ഉണ്ടായില്ല. പ്രത്യേകിച്ച് നമ്മൾ സാറിന് ധ്യാനം കൂടി അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് അനുഭവമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ധ്യാനത്തിൽ ഒരു മറ്റു കാര്യം സംഭവിച്ചു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഞാൻ ചെയ്ത കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ എന്തുമാത്രം മോശപ്പെട്ട കാര്യമാണ്, എന്തുമാത്രം അപകടകരമാണ്, എന്തുമാത്രം ദൈവദ്രോഹം, അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല ചിന്ത എനിക്ക് വന്നു. എനിക്കൊന്നൊരു പക്ഷേ നമ്മൾ ധ്യാനം കൂടുമ്പോൾ അനുഭവങ്ങളെക്കാൾ ഉപരി ഇങ്ങനെയാണ് എൻ്റെ ജീവിതം പുറകോട്ട് നോക്കി കഴിയുമ്പോഴേ ഇതാണ് ഉണ്ടാകേണ്ടത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ധ്യാന സമയത്ത് നമുക്ക് മറ്റു പല അനുഭവം ഉണ്ടാകുന്നതിനേക്കുപരി നമ്മുടെ കഴിഞ്ഞകാല ജീവിതം എന്തുമാത്രം ദൈവദ്രോഹപരമായിരുന്നു, എന്തുമാത്രം നമ്മുടെ ആത്മാവ് നശിപ്പിക്കുന്നതായിരുന്നു, ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ചിന്ത. അതാണ് അതുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു ഇനി ഒരു പഴയ ജീവിതമില്ല, ഞാൻ ഇനി പുറകോട്ടില്ലാതെ തീരുമാനിച്ചു. അപ്പം അന്ന് തന്നെ ഈ കരിസ്മാറ്റിക് കൂട്ടുകാരനെ ധ്യാനം വിളിക്കുന്ന ആൾ പറഞ്ഞ കാര്യം, ഞാൻ ധ്യാനം കൂടാനൊക്കെ വരാം, പക്ഷെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എന്നെ വിളിച്ചേക്കാൻ പറഞ്ഞത്, അതെനിക്ക് ഈ സുഖം അതെനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ധ്യാനം വിളിക്കുന്ന നേരെ കൂട്ടായ്മയിലേക്കാണ് പോകുന്നത്. ഇത് സ്വാഭാവികമാണ്, അല്ല അറിയാവുന്നത്. ഈശോയെ അറിഞ്ഞനുഭവിക്കുന്ന വ്യക്തി, അങ്ങനെ അറിഞ്ഞനുഭവിക്കുന്ന വ്യക്തിയുടെ കൂടെ ചെല്ലാൻ വേണ്ടി ഭയങ്കരമായിട്ട് കൊതിക്കും. പിന്നെ ആത്മാവിനെ നയിക്കുന്നതാണ് കൂട്ടായ്മയിലേക്ക്. അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് പോകുന്നു. ആ കൂട്ടായ്മയിൽ ചേർന്ന വലിയ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നു. എൻ്റെ ചെറുപ്പം തൊട്ട് ആ സമയം വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹവും ഒക്കെ ഈശോ വഴി ലഭിക്കുന്നു. മാത്രമല്ല ഈ കൂട്ടായ്മയുള്ളവർ എന്നെ അതുപോലെ സ്നേഹിക്കുന്നു. അവരെ നിഷ്കളങ്കമായ സ്നേഹമാണ്. അപ്പം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സ്നേഹ ലയത്തിൽ ജീവിക്കുന്നത് ആ ഈശോ അതിന് ശേഷമാണ്. ഈശോയുടെ സ്നേഹം ലഭിക്കുന്ന കൂടാതെ തന്നെ ഈ കൂട്ടായ്മകളോട് സ്നേഹം ലഭിച്ച് അങ്ങനെ വലിയ ഒരു ദൈവസ്നേഹ അനുഭവത്തിൻ്റെ ഒരു തികഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്താണ് വളരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മാറ്റിമറിച്ച മറ്റൊരു സംഭവം ഉണ്ടാകും. എനിക്ക് അത് മറ്റൊരു എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ എപ്പിസോഡ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഹൃദയസ്പർശിയല്ല, വേദനാജനകമായിരുന്നു. തീർച്ചയായും കാണാനിരിക്കുന്ന ഒരു അനുഭവങ്ങളായിരുന്നു. ഇതിന് പടിപടിയെ ദൈവം ഈ പറഞ്ഞ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ച് ആ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്ന ആ അനുഭവങ്ങളിലേക്ക് നിൽക്കുകയാണ്. ഇനി ഒത്തിരി എപ്പിസോഡുകൾ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഇനി തുടർന്നുള്ള എപ്പിസോഡുകൾ നമുക്ക് ചർച്ച ചെയ്യാമായിരിക്കും. ഈ എപ്പിസോഡ് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് ഈ മീറ്റിങ്ങിനെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ ഈ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും, ഈ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങളെ നോക്കുവാനും ഞങ്ങൾക്ക് ദൈവം നൽകുന്ന ഓരോ വഴികളിൽ ഓരോ പദ്ധതികളെ മനസ്സിലാക്കുവാനും ഒക്കെ സഹായിക്കട്ടെ. ഈ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പലപ്പോഴുമായി പറഞ്ഞതുപോലെ ഈ
നിരാശപ്പെട്ട് ജീവിതത്തെ അവസാനിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ എത്തുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനൊക്കെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായി കണ്ട് അതിലൊന്നും ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി കളയാതെ പ്രത്യാശയോടെ ദൈവമുണ്ടെന്ന് കണ്ടുകൊണ്ട് മുന്നേറുവാൻ അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവും ഒക്കെ പ്രാപിച്ചെടുത്തുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കാനൊക്കെ എനിക്ക് സാധിക്കണം. ജീവിതത്തിലൊന്നും അവസാനമില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മക്കളായ ഞങ്ങൾ പ്രത്യാശയോടെ ജീവിക്കേണ്ടവരാണെന്ന ബോധ്യം ഈ എപ്പിസോഡുകളിൽ ലഭിക്കുവാൻ ഇടയാക്കണം. ഞങ്ങളെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കൂടുതൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്മയെ മാറാതെ സകല വിശുദ്ധമാരാഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ സമയത്തും തമ്പുരാനോട്